എന്താ ഭക്ഷണമൊന്നും കഴിക്കുന്നില്ലേ? എനിക്ക് വിശപ്പില്ല. അതെന്തു പറ്റി? വിശപ്പില്ലാത്ത തന്നെ. കാരണം പറയാതെ പറ്റില്ല. എടോ, മനുഷ്യൻ എന്തിനാ ഭക്ഷണം കഴിക്കുന്നത്? ശരീരത്തിന്റെ ആരോഗ്യത്തിനല്ലേ. അത് കഴിക്കുമ്പോൾ അല്പ സന്തോഷത്തിലുള്ള അന്തരീക്ഷത്തിലിരുന്ന് കഴിക്കുന്നതിനാ. അത് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ. ഇവിടുത്തെ ഡൈനിങ് ടേബിളിൽ ഇരുന്ന് മനസ്സമാധാനത്തോടെ നമുക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുമോ? ഡൈനിങ് ടേബിളിന് കുഴപ്പമൊന്നും സംഭവിച്ചിട്ടില്ല. ഞാൻ ഇപ്പൊ കൂടി ഭക്ഷണം എടുത്തു വെച്ചതല്ലേ. ഡൈനിങ് ടേബിളിന്റെ ബലം നോക്കാനല്ല ഞാൻ പറഞ്ഞത്. എവിടാ വട്ടത്തി? ഏത് വട്ടത്തി? ഓ, തന്റെ അനിയത്തി. ദേഷ്യത്തിന്റെ കാരണം അതാണെന്ന് എനിക്ക് തോന്നിയായിരുന്നു. അല്ല, പ്രിയങ്ക ഇവിടെ കുറെ ദിവസം നിൽക്കുകയാണെങ്കിൽ അത്രയും ദിവസം ഭക്ഷണം കഴിക്കുന്നില്ലെന്നാണോ തീരുമാനം? അപ്പൊ ചത്തുപോയില്ലേ? ചത്തുപോട്ടെ. അതെ, വരുൺ ചാവുന്നതിനെ കുറിച്ച് നിസ്സാരമായിട്ട് അങ്ങ് പറയാം. പക്ഷെ എനിക്ക് എന്റെ ഭർത്താവിന്റെ മരണത്തെ കുറിച്ച് നിസ്സാരമായിട്ട് പറയാൻ പറ്റില്ല. എന്നെ താലി കെട്ടിയ ആള് എപ്പോഴും എന്റെ കൂടെ വേണം, ആരോഗ്യത്തോടെ വേണം. അതുകൊണ്ട് വന്ന് ഭക്ഷണം കഴിച്ചോ? എനിക്ക് വേണ്ടെന്ന് പറഞ്ഞില്ലേ, എന്നെ വെറുതെ വിട്ടത്. ദേഷ്യം കാണിച്ച ഒന്നുകിൽ ഞാൻ പേടിച്ച് മുറിക്ക് പുറത്തേക്ക് പോണം, അല്ലെങ്കിൽ ഞാൻ ദേഷ്യം കാണിച്ചും അതേപോലെ മുറിക്ക് പുറത്ത് പോണം, അല്ലേ? രണ്ടിനും എനിക്ക് സൗകര്യമില്ല. ഇയാളെ കൊണ്ടും മനസ്സിന് സുഖമില്ലാത്ത പ്രിയ കണിമംഗലത്തുണ്ടാവുന്നത് ഒരു ചെറിയ കാര്യം മാത്രം ആണോ? ഇതിനേക്കാളും വലിയ പ്രശ്നങ്ങളിലൂടെയല്ലേ നമ്മൾ രണ്ടുപേരും കടന്നുപോയത്. ഒരിക്കലും ഒന്നിക്കില്ല എന്ന് വിചാരിച്ച നമ്മള് ഇപ്പൊ ഒന്നിച്ച് ജീവിക്കുന്നില്ലേ, ഒന്നിച്ച് സ്വപ്നം കാണുന്നില്ലേ? എന്നിട്ടും നമ്മുടെ ജീവിതത്തെക്കുറിച്ചൊരു വിശ്വാസം വന്നില്ല അല്ലേ? ഒരു വിശ്വാസക്കുറവിന്റെ ഒന്നും അല്ല, വിഷമമാണ്, ടെൻഷനാണ്. നമ്മൾ അതൊക്കെ മറികടക്കും. ആരതി ചേച്ചി പറഞ്ഞ കാര്യങ്ങൾ എന്റെ മനസ്സിലുണ്ട്. നിയമത്തിന്റെ കണ്ണിലൂടെ നോക്കിയാ പ്രിയ ഇപ്പോഴും വരുണ്ട ഭാര്യയാണ്. പക്ഷെ ഞാൻ ആ കണ്ണിലൂടെ നോക്കുന്നില്ല, ഞാൻ സ്നേഹത്തിന്റെ കണ്ണിലൂടെയാ നോക്കുന്നത്. അങ്ങനെ നോക്കുമ്പോ വരുൺ എന്റെ ഭർത്താവാ. പ്രിയ ഇവിടെ ഉണ്ടാവുമ്പോ പോലും അങ്ങനെ തന്നെ സ്നേഹിക്കാനും പെരുമാറാനും തന്നെയാ എന്റെ തീരുമാനം. എല്ലാത്തിനും കൂടെ നിൽക്കാന്ന് പറഞ്ഞിട്ട് അവസാനം കൈ ഒഴിഞ്ഞാ ഞാൻ ചതഞ്ഞ ഏതെങ്കിലും മൂലയിൽ കിടക്കും, പണ്ടത്തെ രാധികയെ പോലെ. അത് വേണോ? തന്റെ ഈ കോൺഫിഡൻസ് ലെവൽ കാണുമ്പോ എന്തോ അങ്ങോട്ട് നേരിട്ട് കളയാന്ന് തോന്നുന്നുണ്ട്. എന്നാൽ അത് മാത്രം ചിന്തിച്ചാ മതി. നമുക്കിടയിൽ വേറെ ആരുമില്ല, ഉണ്ടാവാൻ സമ്മതിക്കൂല്ല. ഇപ്പൊ ഭക്ഷണം കഴിക്കാൻ ഓക്കെയാണോ? ഇനി അഥവാ കഴിക്കുന്നില്ലെങ്കിലും പട്ടിണി ഇരുന്നോ. വരണ്ട പോലെ ഞാനും പോയി പട്ടിണി ഇരിക്കാം. അത് വേണ്ട, താൻ പട്ടിണി ഇരിക്കണ്ട. വാ, നമുക്ക് ഒരുമിച്ച് കഴിക്കാം. നല്ല കുട്ടി, വാ. പിന്നെ നല്ല കുട്ടിയാവോ പറ്റുമോ? അത്രയും ഭയങ്കര ശിക്ഷണമല്ലേ എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. വാ വാ.